Welcome to Manasi Solutions. Today we are going to express the beta function in terms of gamma function. Gamma function, beta function തമ്മിലൊരു relation നമ്മൾ derive ചെയ്തെടുക്കാൻ പോകുന്നു. Okay. B of PQ is equal to gamma of P into gamma of Q by gamma of P plus Q. ഈ ഒരു രീതിയിൽ ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഗാമ ഫംഗ്ഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ് ബി ഓഫ് പി ക്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഗാമ ഓഫ് പി ഇൻറ്റു ഗാമ ഓഫ് ക്യൂ ബൈ ഗാമ ഓഫ് പി പ്ലസ് ക്യൂ. സോ നമുക്ക് ഇതൊന്ന് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് കൺസിഡർ ഗാമ ഓഫ് പി. എന്താണ് ഗാമ ഓഫ് പി എന്ന് പറയുന്നത്? ബൈ ഡെഫിനിഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity t raised to p minus 1 e raised to minus t dt. ഇതാണ് നമ്മൾ ഗാമ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനിതിൽ ലെറ്റ് t is equal to y square which implies dt is equal to 2y dy. And when t is equal to 0, y is also 0. When t is equal to infinity, y is also tends to infinity. Okay. Now, consider gamma of p, which is equal to gamma of p and integral 0 to infinity t raised to p minus 1 e raised to minus t dt. നമ്മൾ t equal to y square എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആവും? integral 0 to infinity y square raised to p minus 1 e raised to minus y square 2y dy എന്ന് വരും അല്ലേ? and which is equal to integral 2 constant ആയതുകൊണ്ട് പുറത്തെടുക്കാം. so 2 into integral 0 to infinity y raised to y square raised to p minus 1 എന്ന് പറയുന്നത് എന്താണ്? y raised to 2 into p minus 1. അതായത് y square raised to p minus 1 എന്ന് പറയുന്നത് y raised to 2 into p minus 1 ന് equal ആണ്. and which is equal to y raised to 2p minus 2 into ഒരു y ടേമും കൂടി ഉണ്ടല്ലോ. into y എന്ന് പറയുന്നത് എന്ത് വരും? 2 into p minus 1 plus 1 എന്ന് വരും plus 1 എന്ന് വരും which is equal to y raised to 2p minus 1. so y raised to 2p minus 1 into e raised to minus y square dy വരും. okay, so നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? gamma of p is equal to 2 into integral 0 to infinity y raised to 2p minus 1 into e raised to minus y square dy. ഇനി ഗാമ ഓഫ് ക്യൂ കൺസിഡർ ചെയ്യാം. നമുക്ക് പി ഗാമ ഓഫ് പി എഴുതിയതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ ഗാമ ഓഫ് ക്യൂ എഴുതാം. ഞാൻ ക്ക് പകരം എക്സ് എന്ന വേരിയബിളിന് എടുക്കുന്നു. സോ 2 into integral 0 to infinity x raised to 2q minus 1 into e raised to minus x square dx എന്ന് വന്നു. okay, this one, this is 2. now 1 into 2 implies gamma of p into gamma of q is equal to 2 into integral 0 to infinity y raised to 2p minus 1 e raised to minus y square dy into 2 into integral 0 to infinity x raised to 2q minus 1 e raised to minus x square dx and which is equal to 2 into 2 4 integral 0 to infinity y raised to 2p minus 1 into x raised to 2q minus 1 e raised to രണ്ടിലും e raised to minus 1 സ്ക്വയറും e raised to minus x സ്ക്വയർ ഉണ്ട്. സോ രണ്ടിനെയും കൂടി പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഓഫ് y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, now let x is equal to r cos theta and y is equal to r sin theta. then നമ്മൾക്ക് എന്താണ്? dx by dy എന്ന് പറയുന്നത് r dr d theta എന്ന് വരും. and y square plus x square എന്ന് പറയുന്നത് എന്താണ്? r square sin square theta plus r square cos square theta which is equal to r square into sin square theta plus cos square theta എന്ന് വരും. അത് 1 ആയതുകൊണ്ട് നമുക്ക് എന്താണ്? y square plus x square എന്ന് പറയുന്നത് r square എന്ന് കിട്ടി. ഓക്കെ, സോ ഇനി എക്സും വൈയും എവിടെ നിന്ന് എങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട്. സോ ആറും എങ്ങോട്ടേക്കാണ്? ആറ് 0 to
ഇൻഫിനിറ്റി ആണ് മൂവ് ചെയ്യുക. ബട്ട് തീറ്റ എവിടെ നിന്ന് എങ്ങോട്ടാണ്? തീറ്റ 0 to 5/2. കാരണം എന്താണ്? ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കേട്ടോ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു. ആർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സും വൈയും 0 ആകുമ്പോൾ ആർ 0 ആവും. എക്സ് വൈ ഇൻഫിനിറ്റിയിലോട്ട് മൂവ് ചെയ്യും, ആർ ഇൻഫിനിറ്റിയിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് ആണ്. സോ വൈ എക്സ് 0 to ഇൻഫിനിറ്റി വേരി ചെയ്യുന്നത്, തീറ്റ എന്ന് പറയുന്നത് 0 to 5/2 വേരി ചെയ്യുന്നത്. സോ നമ്മൾ ആ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇന്റഗ്രൽ എന്തിന് ഈക്വൽ ആവും? വിച്ച് ഇസ് ഈക്വൽ ടു 4 times ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇന്റഗ്രൽ 0 to 5/2 r cos theta raised to 2q minus 1 r sin theta raised to 2p minus 1 into e raised to minus r square r dr d theta എന്ന് വരും. ഓക്കെ, ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 4 into ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഈ ആറിൻ്റെ ടേംസ്. ഓക്കെ, നമുക്ക് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആറിൻ്റെ ടേംസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ r raised to 2q minus 1 r raised to 2p minus 1 വരുന്നുണ്ട്, ആൻഡ് ഇവിടെ ഒരു r വരുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ r raised to 2q minus 1 plus 2p minus 1 plus 1 എന്ന് വരും. അതായത് 2p plus 2q minus 1 dr into integral 0 to 5/2 integral, സോറി ഇവിടെ ഒരു e raised to minus r square കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് integral 0 to 5/2 cos theta raised to 2q minus 1 into sin theta raised to 2p minus 1 d theta. ഇനി ഈ ഒരു ഇന്റഗ്രൽ കൺസിഡർ ചെയ്തേ. ഇതെന്താണ്? ഇതിന്റെ മുന്നിൽ ഒരു 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എന്താണിത്? ബി ഓഫ് പി ക്യു ആണല്ലേ. ബി ഓഫ് പി ക്യൂയുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ ഒരു ഇന്റഗ്രൽ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതെന്താണ്? 1/2 ഇൻറ്റു ബി ഓഫ് പി ക്യു എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ടേം ഒന്ന് കൺസിഡർ ചെയ്യാം. ഇതിൽ കൺസിഡർ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി r raised to 2 into 2p plus 2q minus 1 means 2 into p plus q minus 1 e raised to minus r square dr. Okay, ഞാൻ r square equal to x എന്ന് ചൂസ് ചെയ്തു. then dr is equal to 2 dx. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണല്ലോ. അതിപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ആറിൽ ഡെറിവേറ്റീവ് ആണെന്ന് എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു 2r എന്ന് കിട്ടും. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2r dr. as r varies from 0 to infinity, x also varies from 0 to infinity, and r raised to 2 into p plus q minus 1 എന്ന് പറയുന്നത് r raised to 2 into p plus q by r ആണ് അല്ലേ. അത് r raised to 2 into p plus q എന്ന് വെച്ചാൽ എന്താണ്? r square raised to p plus q. r square എന്താണ്? x ആണ്. സോ x raised to p plus q by r square x ആണെങ്കിൽ r എന്താണ്? റൂട്ട് എക്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ എന്തിന് ഈക്വൽ ആയിരിക്കും നോക്കാം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി r raised to 2 into p plus q minus 1 e raised to minus r square dr is equal to സോറി ഇവിടെ d അല്ല dr ആണ്. dx equal to 2r dr എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. which implies dr is equal to 1/2r dx. and r എന്താണ്? റൂട്ട് എക്സ്. സോ 1/2 റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയും. സോ ഇനി ഇവിടെ എന്താണ്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. and which is equal to
integral 0 to infinity 1/2 constant ആയതുകൊണ്ട് പുറത്തെടുക്കാം. So 1/2 x raised to p plus q by x raised to root x into root x എന്താണ് x വരും e raised to minus x dx which is equal to 1/2 into integral 0 to infinity x raised to p plus q minus 1 അല്ല x raised to p plus q by x എന്താണ് x raised to p plus q minus 1 into e raised to minus x dx. Okay, and ഇതെന്താണ് which is equal to 1/2 into gamma of p എന്ന് പറഞ്ഞാൽ integral 0 to infinity x raised to p minus 1 into e raised to minus x dx ആണ്. അപ്പോൾ ഈ ഒരു ഇന്റഗ്രൽ എന്തിന് ഈക്വൽ ആണ് which is equal to gamma of p plus q അല്ലെ gamma of p plus q അല്ലേ നമ്മൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 4 into 1 ഈ ഇന്റഗ്രൽ എന്താണ് 1/2 into gamma of p plus q. So gamma of p into gamma of q എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് 4 into 1/2 into gamma of p plus q into 1/2 into b of pq. അതായത് 2ഉം 4ഉം ഒക്കെ ക്യാൻസൽ ആവില്ലേ നമുക്ക് എന്ത് കിട്ടി gamma of p into gamma of q is equal to gamma of p plus q into b of pq. So b of pq is equal to gamma of p into gamma of q by gamma of p plus q. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി ഇതിലുള്ളൊരു പ്രോബ്ലം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ ക്ലോസ് ആവാണ്. Evaluate the integral I is equal to integral 0 to infinity x cube 1 plus x raised to 5 dx. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രോപ്പർട്ടി ആയിരുന്നു b of pq is equal to integral 0 to infinity integral 0 to infinity x raised to p minus 1 by 1 plus x raised to p plus q dx. നമ്മൾ പ്രൂവ് ചെയ്തൊരു പ്രോപ്പർട്ടിയാണ്. സോ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് p minus 1 equal to 3 p plus q equal to 5 എന്ന് കിട്ടി. അതായത് p equal to 4 and p plus q എന്ന് പറയുന്നത് 5 ആണല്ലോ. p equal to 4 ആണെങ്കിൽ q എന്ന് പറയുന്നത് ഒരു 5 minus 4 which is equal to 1. So I is equal to integral 0 to infinity x raised to 3 by 1 plus x raised to 5 dx എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് b of 4 1ന് ഈക്വൽ ആണ്. And which is equal to b of 4 1 in terms of gamma ഫംഗ്ഷനിൽ റെപ്രസെന്റ് ചെയ്യാലോ. അതെന്താണ് gamma of 4 into gamma of 1 by gamma of 4 plus 1. അതായത് gamma of 1 എന്താണ് 1 ആണ്. gamma of 4 by gamma of 5 എന്ന് വരും. And which is equal to gamma of 4 എന്താണ് 3 factorial. gamma of 5 എന്താണ് 4 factorial. So which is equal to 1/4. Okay. നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും കമ്പൈൻ ചെയ്താണ് ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. സോ ഇനി വരുന്ന പ്രോബ്ലംസ് ഇതുപോലെ തന്നെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ ഒരു ഗാമ ഫംഗ്ഷൻ്റെയും ബീറ്റ ഫംഗ്ഷൻസിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസും റിലേഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് ആണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ ബൈ.